ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ ഇപ്പോൾ 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ. പക്ഷേ ഈ കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ലോങ് ആയിട്ടാണ്, അതായത് ഹൈറ്റ് കുറച്ചിട്ട് ലോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് 3 ലെയറായിട്ട് നമ്മൾ നോർമൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ലെയർ ബേസിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നടുവിൽ വരുന്ന ലെയർ 2 പീസാക്കി കട്ട് ചെയ്ത് അത് സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ ലെങ്ത്തിൽ കേക്ക് കിട്ടും. അപ്പോൾ പീസസ് കൂടുതൽ കട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ചെറിയും ചോക്ലേറ്റും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലത്തെ സ്പോഞ്ചിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതും നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ റേറ്റ് പറയാം കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ നോർമൽ കേക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളിത് ചെയ്യാനെടുത്തിരിക്കുന്ന ബേസും വ്യത്യാസമുണ്ട്. 16x12 ആണ് കേട്ടോ കേക്കിൻ്റെ ബേസിൻ്റെ സൈസ് വരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ആരോ കമൻറ്റ് ചെയ്തിരുന്നു ബേസിൻ്റെ സൈസ് എത്രയാണ്. അന്ന് എനിക്ക് അത്ര ഷുവർ ആയിരുന്നില്ല. 16x12 ആണ് കേക്കിൻ്റെ ബേസ് വരുന്നത്. പിന്നെ ഇത് ബോക്സ്, ഈ സൈസിലുള്ള ബോക്സ് അവൈലബിൾ ആയിരിക്കില്ല മിക്ക ടൈമിലും. അപ്പോൾ 2 ബോക്സ് ചേർത്ത് വെച്ചിട്ടാണ് ഈ കേക്ക് ഡെലിവറി ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നോർമൽ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ടൈം അധികം എടുത്തിട്ട് തന്നെയാണ് സ്ക്വയറിലുള്ള കേക്ക്, പ്രത്യേകിച്ച് ഇതുപോലെ കുറച്ച് ലെങ്ത്തിലുള്ള കേക്കുകൾ ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത്. എന്നിട്ട് ഇതിൽ ചെറിയൊരു ലാവൻഡർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. മാജിക്കിൻ്റെ ലൈലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാജിക്കിൻ്റെ റേഡിയൻ പിങ്കും ഈ കേക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു യൂണിക്കോണിൻ്റെ തീമിലുള്ളൊരു കേക്കും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു റൗണ്ടിലുള്ള കേക്കും പിന്നെ ഈ ഒരു സ്ക്വയർ കേക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ കേക്കിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ YSB ഷീറ്റ് തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കെന്തോ സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ YSB ഷീറ്റ് തന്നെയാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടിൻ്റെ സമയമായ കാരണം കൊണ്ട് ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്നൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ പൈപ്പിങ് ചെയ്ത് വരുമ്പോഴേക്കും ബീറ്റ് ചെയ്ത് വെച്ച ക്രീം മെൽറ്റായി പോയി തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ അതിൽ എയർ ബബിൾസ് കയറാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ക്രീം മാത്രം പൈപ്പ് ബാങ്കിൽ ആക്കിയിട്ട് ബാക്കിയുള്ള ക്രീം ബീറ്റ് ചെയ്തത് ഞാൻ ഫ്രിഡ്ജിലേക്ക് അപ്പം തന്നെ വയ്ക്കുക ചെയ്യാറ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും മെൽറ്റായി പോവുകയാണ്. അപ്പോൾ ഈ ചൂടുകാലം കഴിയുന്നവരെ അങ്ങനെ തന്നെ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കേക്കിൻ്റെ ടോപ്പ് പോർഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റേഡിയൻ പിങ്കും ലൈലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് 2 ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ റോസറ്റ് ഡിസൈനാണ് കേക്കിൻ്റെ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.